ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സൗദിയിൽ പ്രവാസികളായ സുഹൃത്തുക്കൾ പല ഭാഗത്തേക്കും സഞ്ചരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പണ്ടൊക്കെ സാപ്റ്റ്കോ ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. എന്നാൽ സൗദിയിൽ ഇപ്പോൾ യാത്ര ചെയ്യാൻ വളരെ ഈസിയാണ്. എന്താണെന്ന് വെച്ചാൽ പുതിയതായി വെസ്റ്റേൺ റീജിയൻ എന്നൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ എങ്ങനെ ടിക്കറ്റ് എടുക്കണം, എങ്ങനെയാണ് ഇതിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നൊന്നും കൂടുതൽ പേർക്കും അറിയില്ല. എന്നാൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ വീഡിയോ അതിനുള്ള കുറിച്ചാണ്. വെസ്റ്റേൺ റീജിയൻ ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിൽ നമ്മൾ പൈസ ആഡ് ചെയ്ത് അതിൽ നിന്നും വരുന്ന QR കോഡ് ബസ്സിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യാനുള്ള ചാർജ് ഓട്ടോമാറ്റിക്കായി മെഷീൻ എടുത്തുകൊള്ളും. ബസ് പുറപ്പെടുന്ന സമയം, ഏത് റൂട്ടിലൊക്കെയാണ് ബസ് പോകുന്നത്, അതുപോലെ നമ്മുടെ ലൊക്കേഷൻ, ബസ്സിൻ്റെ നമ്പർ എല്ലാം നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം. ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ ഈസ്റ്റേൺ റീജിയൻ ബസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലോഗോ വന്നിരിക്കുന്നത് കാണാം, ഈസ്റ്റേൺ റിംഗ് ബസ് എന്നുള്ളത്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ശേഷം അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതാണ്. ആ OTP ഇവിടെ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ OTP വന്നിട്ടുണ്ട്. ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷന് 4 അക്ക പിൻ നമ്പർ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും പിൻ നമ്പർ റിപ്പീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഇതുപോലെയാണ് ഉണ്ടാകുക. ഇടതുവശത്ത് മുകളിലായി 3 ലൈനുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്കൊരു പ്രൊഫൈൽ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി മൈ പ്രൊഫൈൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ഏറ്റവും മുകളിലെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, രണ്ടാമതായി ലാസ്റ്റ് നെയിം, അതിനുശേഷം നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ഒരു ഇമെയിൽ ID സെറ്റ് ചെയ്ത് കൊടുത്ത് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ പ്രൊഫൈല് സേവ് ആയിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. അതിനുശേഷം നിയറസ്റ്റ് ബസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബസ് എവിടേക്കാണുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ലൊക്കേഷൻ ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലവും അതുപോലെ നിങ്ങൾക്ക് ബസ് എവിടേക്കാണ് ഉള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബസ്സിൻ്റെ നമ്പർ കാര്യങ്ങൾ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര മിനിറ്റിൽ പുറപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ നമ്പറിലുള്ള ബസ്സുകളൊക്കെ ഏതൊക്കെ സ്ഥലത്തൂടെ പോകുക എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലവും അതുപോലെ ബസ് വരുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ബസ്സിൻ്റെ ഒരു ചിത്രം ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏറ്റവും താഴെ നിയറസ്റ്റ് ബസ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് എൻ്ററായി വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ബസ് ഓടുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതാ ബസ്സുകൾ ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ബസ് ഏത് വഴിക്കാണ് പോകണമെന്നുള്ളത്. അടുത്ത ഓപ്ഷൻ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പം നമ്മൾ പൈസയൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ QR കോഡിൻ്റെ ചിഹ്നം വരാത്തത്. പൈസ ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് QR കോഡ് വരുന്നതാണ്. ശേഷം വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ഒരു പ്ലസിൻ്റെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ടോപ്പപ്പ് ബാലൻസ്, വെർച്വൽ NFC കാർഡ്, ട്രാൻസ്പോർട്ട് കാർഡ്, ലിങ്ക് ഓൾഡ് ട്രാൻസ്പോർട്ട് കാർഡ്, ചെക്ക് ട്രാൻസ്പോർട്ട് കാർഡ് ബാലൻസ് എന്നുള്ള ഈ 4 ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് വെർച്വൽ NFC കാർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കാർഡ് നിങ്ങൾക്ക് സെറ്റായി വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ QR കോഡ് കാണിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ബസ്സിൽ കയറി QR കോഡ് കാണിച്ചു കഴിഞ്ഞാൽ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളുടെ പൈസ അതിലേക്ക് ആഡാവുന്നതാണ്. അതിനുവേണ്ടി 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ടോപ്പ് അപ്പ് ബാലൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് നമുക്ക് എത്രയാണ് എമൗണ്ട് ഇവിടെ ആഡ് ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് 5 10 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു പേജ് വന്നിട്ടുണ്ടാവും. അതിൽ ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. രണ്ടാമത്തെ കോളത്തിൽ നിങ്ങളുടെ കാർഡിലുള്ള പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം എക്സ്പയറി ഡേറ്റ്, CVV നമ്പർ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്ത് പേ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡിലേക്ക് ആ പൈസ ആഡാവുന്നതാണ്. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ബസ്സിൽ കയറി ഈ QR കോഡ്, ആ ബസ്സിലൊരു QR കോഡ് കാണിച്ചിട്ടുണ്ടാവും. അതിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലുള്ള ചാർജ് ഇതിൽ നിന്ന് ഈടാക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതിൽ പൈസ നമ്മൾ ആദ്യം ആഡ് ചെയ്യണം. അതിനുശേഷം അവിടെ QR കോഡ് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം ബസ്സിൽ യാത്ര ചെയ്യുക. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നന്ദി, നമസ്കാരം.